പ്രിയമുള്ളവരെ, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസർ സുനിൽകുമാർ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ല ഒരു അട്രാക്റ്റീവായുള്ള ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി ഇൻഷുറൻസ് ആണ്. ഈ എംപ്ലോയി ഇൻഷുറൻസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യവസായം നടത്തി വരുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഇത് ആപ്ലിക്കബിളാണ്. അപ്പോൾ അങ്ങനെ ഈ ആപ്ലിക്കബിളായിട്ടുള്ള ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് ഉണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാൻ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഫൈനാൻഷ്യൽ ലോസ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് എംപ്ലോയി വരുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാം. അതുപോലെ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന് ആപ്ലിക്കബിളായിട്ട് വരുന്ന 3 ഇൻകം ടാക്സിൻ്റെ റൂളുകളുണ്ട്. ആ സെക്ഷൻസ് എന്താണെന്ന് നോക്കുക. ആ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 37(1) ആക്ട് പ്രകാരം പറയുന്നത് ഇത് ശരിക്കും എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയറാണ് പ്രീമിയം അടയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എംപ്ലോയർക്ക് ഇത് എക്സ്പെൻഡിച്ചറായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈ അടയ്ക്കുന്ന തുക. അതുപോലെ തന്നെ ഇതിൻ്റെ മെച്യൂരിറ്റിയിൽ റിട്ടേൺ എംപ്ലോയിക്ക് കിട്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് 10(10D) അനുസരിച്ചിട്ട് അതിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ ഒരു 17(2) എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. IT ആക്ട് തന്നെയാണ്. അപ്പോൾ ആ IT ആക്ടിലും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക വേതനമായിട്ട് കണക്കിലെടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻകം ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ചാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും 2 പേർക്കും ഒരുപോലെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് വെൽഫെയർ ഓഫ് ദി എംപ്ലോയി ഉണ്ടാക്കിയെടുക്കുക. ആ വെൽഫെയർ ഓഫ് ദി എംപ്ലോയി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കമ്പനിക്ക് എന്താ മെച്ചം വരുന്നത്? കമ്പനിക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റും. കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൊഴിഞ്ഞുപോക്ക് ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യം കൊണ്ടും നമുക്ക് ലോസുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൊഴിഞ്ഞുപോക്കൊക്കെ കുറയുമ്പോൾ ഒരു ലോയൽറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനു വേണ്ടി പ്രീമിയം അടയ്ക്കുമ്പോൾ ശരിക്ക് ഈ കമ്പനി ഒരു ഓണറിങ് ചെയ്യുകയാണ് ശരിക്കും ആ എംപ്ലോയിനും അതുപോലെ ഫർദറായിട്ട് വരുന്ന കണ്ടീഷനിൽ അപ്പോൾ അത് ഫാമിലിക്കും അത് ഉപകാരപ്രദമായിരിക്കാം. ഇത് പാർട്ട്ണർഷിപ്പ് ആയിരുന്നാലും അതുപോലെ പ്രൊപ്പറേറ്ററി കൺസേൺ ആയിരുന്നാലും ഇത് ആപ്ലിക്കബിളാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് കൂടും. അത് സ്വാഭാവികം. അപ്പോൾ ഡെത്ത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എംപ്ലോയർ ചെയ്യുക ആ കമ്പനിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് കുറച്ച് പിരിവൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും ഒരു സംതിങ് കൊടുക്കുന്ന ഒരു ഇതും കാണാറുണ്ട് പലപ്പോഴും. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊന്നും അങ്ങനെ ഒരു പിരിക്കേണ്ട കേസൊന്നും വരുന്നില്ല. അത് കമ്പനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി അവർക്ക് അർഹതപ്പെട്ട ഇൻഷുറൻസ് തുക കൊടുക്കും. പിന്നെ നമ്മളൊരു പിരിവ് എക്സ്ട്രാ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും കമ്പനിക്ക് ലോസ് ഉണ്ടാവാതിരിക്കാനാണ് ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പലപ്പോഴും റിപ്പീറ്റേഷൻ വരാറുണ്ട്. അതായത് റിക്രൂട്ട്മെൻറ്റൊക്കെ. അപ്പോൾ ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇത് വരുമ്പോൾ നമ്മൾ നല്ല എംപ്ലോയിനെ കിട്ടണ്ട നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു എന്നുള്ള ഇതൊക്കെ വരുമ്പോൾ ആ റിപ്പീറ്റേഷൻ വരുന്നതും നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആൾ പോകുമല്ലോ. അപ്പോൾ വീണ്ടും അതേ ക്വാളിറ്റിയുള്ള ആളെ കൊണ്ടിരുന്ന് കുറച്ച് ഒരു ലോസ് ഉണ്ടാക്കുന്ന സമയമാണ്, ലാഗ് ചെയ്യല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പ്രോഫിറ്റ് കണ്ടീഷനിലേക്കൊക്കെ ഒത്തിരി പണിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷലായിട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടെ ആ കൊഴിഞ്ഞുപോക്കൊക്കെ കംപ്ലീറ്റ് പോകുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവും കാര്യശേഷിയും കർമ്മശേഷിയും ഒക്കെ ഉള്ള ഒരുപാട് എംപ്ലോയീസ് ഒരു സ്ഥാപനത്തിലുണ്ടാവാം. അപ്പോൾ അവരാണ് ശരിക്കും ഈ ഒരു കമ്പനിയുടെ നട്ടെല്ല്. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂളാണ് ഈ എംപ്ലോയി എന്നുള്ള ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആവശ്യം വരുന്ന കണ്ടീഷനിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവാം. വളരെ വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയത്തിൽ ആണ് ഞാനത് ഒരു പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.